ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ്. അപ്പോൾ ചായയെല്ലാം തിളച്ച് റെഡിയായപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ചായ വേഗം തന്നെ ഒന്ന് കുടിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അവിടെ നിന്ന് പോയിരുന്ന് കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് വേഗം ചായ കുടിക്കുകയാണ്. ഏട്ടൻ പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. വന്നിട്ട് ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ചായ കുടിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുന്ന നേരം കൊണ്ട് ഞാൻ വേഗം തന്നെ പോയിട്ട് കുറച്ച് മുരിങ്ങ ഒടിച്ചെടുക്കുന്നുണ്ട്. നല്ല കുനുന്ത മുരിങ്ങ നോക്കിയിട്ടാണ് കേട്ടോ ഒടിച്ചെടുക്കുന്നത്. മൂത്തത് വേണ്ട, കുറച്ച് മതി കേട്ടോ, അധികമൊന്നും ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നമ്മൾ മുരിങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങയിൽ ആകെ മുരിങ്ങ പൂത്തിട്ടുമുണ്ട്, അതുപോലെ കുറച്ച് ഇലയൊക്കെ മൂത്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ പൂവും ഉണ്ട്. അപ്പോൾ നമ്മൾ പറിക്കുമ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ തിരഞ്ഞ് ഒന്ന് എന്താ പറയുക നമ്മുടെ മുരിങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം വന്നിട്ട് നമ്മുടെ സ്വീറ്റ് കോൺ വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് ഞാൻ അതിൻ്റെ തോലെല്ലാം പൊളിച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 പീസായി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ അതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കോൺ നന്നായി തന്നെ ആവി കയറിയിട്ട് വരും. അതവിടെ ആവി കയറാൻ വെച്ചതിന് ശേഷം ഞാൻ വേഗം തന്നെ വന്നിട്ട് തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്നിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം നമ്മൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണോ ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ വെള്ളം കുടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് പിന്നെ ഞാൻ വേഗം നമ്മുടെ തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ വേണം കേട്ടോ നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ ചിരണ്ടലൊക്കെ വേഗം തന്നെ ഒന്ന് ചിരണ്ടി കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് കേട്ടോ അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കുരുമുളക് പൊടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പൊടിക്കണം വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് എടുത്തിട്ട് അത് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചേ പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. ആവശ്യമുള്ള സമയത്ത് നമുക്ക് വീണ്ടും പൊടിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് പൊടിച്ച് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആൾക്ക് ചായയെല്ലാം ചൂടാക്കി കൊടുത്തു. അതിന് ശേഷം പിന്നെ നമുക്ക് എന്താ പറയുക തേങ്ങ അരച്ചെടുക്കണം കേട്ടോ നമുക്ക് ചട്നിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മിക്സിയുടെ ജാറ് വെച്ച് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ നിലക്കടല ചേർത്ത് കൊടുത്തു കേട്ടോ. നിലക്കടല ചട്നിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായി തന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു ഭാഗത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു. നോക്കിയപ്പോൾ ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ അത് മാറ്റി വെച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ മുരിങ്ങ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാകുമല്ലോ. കുറച്ച് മുരിങ്ങ മതി കേട്ടോ. ഒരു 5-6 കൊത്ത് ഇളമ്പ് മുരിങ്ങ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് നന്നായി തന്നെ ഒന്ന് ഊരിയെടുക്കുന്നുണ്ട്. മാവ് എത്ര എടുക്കണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുരിങ്ങയുടെ ഇല എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാവേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുരിങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായി തന്നെ ഊരിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ട് നന്നായി തന്നെ ചീവി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം നമ്മുടെ അരിമാവ് ഉണ്ട് കേട്ടോ, ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ദോശമാവ് കമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് കൂടെ ചേർക്കാൻ പറഞ്ഞ് ഗോതമ്പ് പൊടി എടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരിമാവ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിയും ഗോതമ്പും കൂടിയുള്ള ദോശയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മാവും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക ഊരി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അരിമാവിൽ തനിച്ചും ചെയ്യാം, ഗോതമ്പ് മാവിൽ തനിച്ചും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അരിമാവ് കുറവായ കാരണം ഞാൻ കുറച്ച് ഗോതമ്പ് മാവും കൂടെ കലക്കി അതിൽ നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ദോശക്കല്ല് നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ
ആപ്പിള് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആപ്പിളും അതുപോലെ നമ്മുടെ ചോളമൊക്കെ വെച്ചിട്ടുള്ള സാലഡാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോളമൊക്കെ കട്ട് ചെയ്ത് തന്നത് അക്ഷയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ആപ്പിള് കട്ട് ചെയ്ത് തന്നു. അത് ഒരുപാട് ചെറിയ കഷ്ണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വാങ്ങിയിട്ട് ഞാൻ കുറച്ചുകൂടെ വലിയ കഷ്ണമാക്കിയിട്ട് ഞാൻ ബാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ചോളമൊക്കെ റെഡിയാക്കി തന്നത് നമ്മുടെ അക്ഷയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ബൗളൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്വീറ്റ് കോണാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. മറ്റേ കോൺ വാങ്ങി ആരും ഇവിടെ അങ്ങനെ കഴിക്കില്ല കേട്ടോ. സ്വീറ്റ് കോൺ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ സ്വീറ്റ് കോൺ വാങ്ങി പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ രാവിലെ കഴിക്കാനുള്ള ഫ്രൂട്ട്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അക്ഷയും അശ്വിനും രണ്ടാളും വന്നിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പകുതി പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, പകുതി അവർ വായിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യാൻ കൊടുത്താണ്. പകുതിയൊക്കെ ഇപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ബൗളിലാക്കാനും കഴിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുക്കാൻ പോയ സമയത്ത് വീണ്ടും രണ്ടാളും വാരി കഴിക്കുകയാണ് കേട്ടോ. വെറുതെ കൊടുത്താലൊന്നും അങ്ങനെ കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. ഇതുപോലെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ചട്നിയൊക്കെ കടുക് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നിലക്കടല ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്നിയായി സാലഡായി. ഇനിയിപ്പോൾ നമ്മുടെ ദോശയെന്നോ ഊത്തപ്പെന്നോ എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം നമ്മുടെ കല്ല് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ എണ്ണയെല്ലാം തേച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ മാവ് കോരി ഒഴിച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ച് നമുക്ക് റൗണ്ടായിട്ടൊക്കെ പരത്താൻ കിട്ടും കേട്ടോ. എല്ലാം അങ്ങനെ നൈസായിട്ടുള്ള ആയതുകൊണ്ട് പരത്താൻ കിട്ടും. ഉള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ പരത്തിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. ഈ സമയത്ത് ഇതിന് മേലെ കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നല്ലെണ്ണ തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ വന്നിട്ട് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ നല്ലെണ്ണ കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ആൾ വാങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 1-2 ഉണ്ടാക്കിയതിൽ നല്ലെണ്ണയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഉണ്ടാക്കിയാൽ 1-2 നല്ലെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലെണ്ണ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ദോശയ്ക്ക് കേട്ടോ. അപ്പോൾ ഞാനതങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ദോശ അവിടെ പരത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടാക്കി വെച്ചത് ഞാൻ അശ്വിന് കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അവൻ്റെ ദോശയും അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സും അതുപോലെ ചട്നിയൊക്കെ ഒഴിച്ചിട്ട് എന്താ പറയുക ദോശ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ദോശ കൊണ്ട് കൊടുക്കാൻ പോകുമ്പോഴായിരുന്നു നമ്മുടെ അവിടെ പിന്നെ എന്താ പറയുക ചീര വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് ചീരയും കുറച്ച് പൂളക്കിഴങ്ങും അതുപോലെ കുറച്ച് മധുരക്കിഴങ്ങും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും വരുമ്പോഴേക്കും നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഏട്ടന് കഴിക്കാൻ കൊടുത്തു. അങ്ങനെ ഏട്ടൻ കഴിച്ചു, കുട്ടികൾ കഴിച്ചു. അതിന് ശേഷം ഞാനും നമ്മുടെ ഭക്ഷണം കഴിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിന് കയ്യിന് സുഖമില്ല കേട്ടോ. കയ്യിന് സുഖമില്ല പറഞ്ഞാൽ ഇന്നലെ വീണിട്ടുണ്ടായിരുന്നു. വീണ സമയത്ത് കൈ അടിച്ചിട്ടായിരുന്നു കേട്ടോ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിരൽ ഒന്ന് വീങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ തള്ള വിരൽ കേട്ടോ. കൈ നല്ല വേദനയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കാരണം നമ്മുടെ അക്ഷയാണ് കേട്ടോ അതിന് ഭക്ഷണമൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് വേണം ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൈകുന്നേരം അവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അക്ഷയ വേഗം തന്നെ എനിക്ക് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് തുടച്ചെടുത്തു. അങ്ങനെ വേഗം തന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വേഗം വന്നിട്ട് നമ്മുടെ വെളിയിലെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ താഴോലം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പാത്രങ്ങൾ നമ്മൾ കഴുകിയിട്ടില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ വെളി അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് ചാക്കെല്ലാം വിരിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പാത്രങ്ങൾ കഴുകാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ പോയ സമയത്ത് ഡോക്ടർ ലീവായിരുന്നു കേട്ടോ. അപ്പോൾ വിളിച്ച് ചോദിക്കാനും മറന്നുപോയി. അപ്പോൾ എന്തായാലും എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ലീവ് എടുക്കില്ല. അപ്പോൾ പിന്നെ പോയി നോക്കിയതാണ് കേട്ടോ. പോയപ്പോൾ ഡോക്ടർ ലീവ്. അപ്പോൾ ഇന്നലെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയൊരു ദിവസം പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ പാത്രമൊക്കെ ഉള്ളിക്കൊണ്ട് വെച്ചതിന് ശേഷം നമ്മുടെ ചീരയെല്ലാം ഉള്ളിക്കൊണ്ട് വെച്ചു. ചീരയൊക്കെ ഞാൻ കഴുകി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകിയിട്ട്
വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അശ്വൻ ഈ സമയത്ത് വന്നിട്ട് കൈ വേദനിക്കുന്നു, കൈ എല്ല് പൊട്ടിയിട്ടുണ്ടോ, എല്ല് വീങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അവന് ഭയങ്കര സംശയം കൈയെല്ലോ മറ്റോ പൊട്ടിയിട്ടുണ്ടോ വന്നിട്ടാ. കഴിഞ്ഞ പോലെ ഇതേ സമയത്ത് സ്കൂളിൽ ഏതോ ഒരു പെൺകുട്ടി കാലിലല്ല കയ്യിൽ ഇതേപോലെ വിരലിൽ ചവിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നും ഇതുപോലെ വിരൽ വീങ്ങി 2-3 ദിവസം ബുദ്ധിമുട്ടി. പിന്നെ ഡോക്ടറെ അടുത്തൊക്കെ പോയി എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതങ്ങനെ മാറി. ഇപ്പോൾ വേറെ തള്ളവിരലാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ കുറച്ച് കസ്തൂരി മേത്തി ഉണ്ടായിരുന്നു, അത് കുറച്ചായിട്ടോ വാങ്ങിയിട്ട് അത് തണുത്തിരിക്കുന്നു. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് അതൊന്ന് ഉണങ്ങാനല്ല ചൂടാകാൻ വേണ്ടി കൊണ്ട് വെച്ചാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ചീരയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. അതുപോലെ നമ്മുടെ കുറച്ച് ഉള്ളിയും അതുപോലെ കുറച്ച് പച്ചമുളകൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പില്ലേ, അതിൻ്റെ വെള്ളം മാത്രം ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചീര ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് നന്നായി തന്നെ ഒന്ന് കുത്തി കൊടുത്തു കേട്ടോ. അതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് ഒതുങ്ങി വന്നു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരണം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചീര നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കടകോലും കൊണ്ട്. അത് ഉടച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. എന്താ പറയുക, നമുക്ക് ഇതിൽ കുറച്ച് മൂത്ത തണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് ഒരുപാട് വെന്ത് കുഴയണ്ട കേട്ടോ, എന്നാലും വെന്തിരിക്കണം, അങ്ങനെ വേണം കേട്ടോ നമ്മുടെ പരിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പരിപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ആവി കയറി വരട്ടെ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചീര നന്നായി തന്നെ ആവി കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചീര ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പിന്നെ ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ എന്താ ചെയ്തത് പറഞ്ഞാൽ കുറച്ച് പരിപ്പ് കൂടുതൽ ചേർത്ത് കൊടുത്തു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ തേങ്ങ കൂടെ വേണ്ട പറഞ്ഞിട്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചീരക്കൂട്ടൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാൻ പറഞ്ഞിട്ടാണ്. നമ്മുടെ എണ്ണ നന്നായി തന്നെ ചൂടായതിന് ശേഷം നമ്മൾ വേഗം തന്നെ നമ്മുടെ പപ്പടമൊക്കെ ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പപ്പടവും കൂടെ കാച്ചിയെടുക്കുന്നുണ്ട്. വേഗം തന്നെ നമ്മൾ പപ്പടമൊക്കെ കാച്ചിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടം വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പപ്പടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ ചീര വാങ്ങിയില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം ആ കറി വെക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വേഗം തന്നെ ചീര തന്നെ എന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ കാച്ചി കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മുടെ പപ്പടമൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ ഇന്ന് കുറച്ച് ചക്കരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം കട്ട് ചെയ്യുക പറയുമ്പോൾ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ശരിയാവില്ല. അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ ഈ പണിയായപ്പോൾ വേഗം തന്നെ നമ്മുടെ കിഴങ്ങ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അശ്വൻ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കുക്കറിലല്ല ഓപ്പണായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചക്കരക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായി തന്നെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴഞ്ഞ് വരട്ടെ കേട്ടോ. ഒരുപാട് വഴഞ്ഞ് ഇതാവേണ്ട, എന്നാലും ആ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴഞ്ഞ് വരട്ടെ കേട്ടോ. വഴഞ്ഞ് വന്നതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ കോഴിമുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 3 കോഴിമുട്ട
എടുക്കുന്നുണ്ട്, 3ഉം ഇതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മഞ്ഞക്കുരു ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3എണ്ണത്തിൻ്റെയും ഇതുപോലെ തന്നെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പൊട്ടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് കുറേശ്ശെ കുരുമുളക് പൊടി കേട്ടോ, നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെ പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നമ്മുടെ മുട്ട ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി മേൽഭാഗമൊക്കെ നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മേൽഭാഗമൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറിച്ചിടണ്ട, ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ചിലപ്പോൾ ഉള്ളു വെന്തില്ലെങ്കിൽ കുട്ടി കഴിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അശ്വിൻ കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തത്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വശം ഒന്ന് റെഡിയായതിന് ശേഷം നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുട്ട വറുത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റും കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. നമ്മൾ സാധാരണ മുട്ട വറുക്കുന്നതിനെക്കാട്ടിലും. ഇപ്പം നമ്മുടെ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈയിടെ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചോറെല്ലാം ഒന്ന് വാർത്തെടുത്തു. അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമുക്കൊന്ന് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. ഇങ്ങനെയുള്ള കറികളാണ് കേട്ടോ നമ്മൾ ഏകദേശമൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ നാടൻ കറികളും നമ്മുടെ നാടൻ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ